ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നോർമൽ ഡ്രൈവിംഗ് ലൈസൻസിനെ എങ്ങനെ നമുക്ക് PVC അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് ഓൺലൈനായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ 2 സൈഡ് ഫോട്ടോ എടുത്ത് അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫയലാക്കുക. അത് PDF ഫയലായിരിക്കണം. 500 KB താഴെ ആയിരിക്കണം ആ ഫയൽ വരേണ്ടത്. അതിനുശേഷം നിങ്ങൾ പരിവാഹൻ സേവ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലോട്ട് കയറി വരുന്നതാണ്. 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോപ്പപ്പ് വിൻഡോ ആയിട്ട് ഓപ്ഷനുകൾ വരുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായി തന്നെ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്ന് പറയുന്ന 5ാമത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മുകളിലായിട്ട് DL നമ്പർ എന്നുള്ളതിന് നേരെയായിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉണ്ടാകുക. അത് നമ്മളവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കുക. എല്ലാം കറക്റ്റല്ലേ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ചെയ്യാനായിട്ട് സെലക്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം കാറ്റഗറി ഓഫ് ദ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ, അത് നിങ്ങളുടെ ഏതാണോ കാറ്റഗറി വരുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജനറൽ ആയതുകൊണ്ട് തന്നെ ജനറൽ എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മളുടെ RTO ഓഫീസാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. RTO ഓഫീസ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് പിൻ കോഡ് കൂടി ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടി നമ്മൾ അവിടെ പിൻ കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരഥി.പരിവാഹൻ.gov.in എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ഇരുന്നാണ്. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അടിഭാഗത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ID ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതുമായിട്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എംപ്ലോയി ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കിയായിട്ട് നിങ്ങളുടെ അഡ്രസ്സ്, താലൂക്ക്, എല്ലാ വിവരങ്ങളും അവിടെ കാണിക്കുന്നതാണ്. അതൊക്കെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പോസ്റ്റ് വഴി ഈ ഡ്രൈവിംഗ് ലൈസൻസ് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അത് ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ അഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം പിൻ കോഡ് കൂടി എൻ്റർ ചെയ്ത് കൺഫേം എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് വരുന്ന ഇൻ്റർഫേസിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്ന് പറയുന്ന 2ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സർവീസ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം വരുന്നതാണ്. ആദ്യമായി തന്നെ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ഫോം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനടിഭാഗത്തായിട്ട് നമുക്ക് കുറേ ടിക്ക് ചെയ്യാനുള്ള പോർഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അവിടെയെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 4 ഭാഗത്ത് ടിക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗൻസൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാനായിട്ട് കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ യെസ് കൊടുക്കുക, താല്പര്യമില്ലാത്തവർ നോ കൊടുക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ യെസ് കൊടുക്കുന്ന സമയത്ത് എമർജൻസി മൊബൈൽ നമ്പർ, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ കൂടി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്താണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ ഫോം ഒന്ന് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഈ ഡിക്ലറേഷൻ ഫോമിൽ 2ാമത്തെ ഓപ്ഷൻ യെസ് കൊടുക്കുക, ബാക്കി എല്ലാ ഓപ്ഷനും നോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കട്ടോ. വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനും ബാക്കിയുള്ള 2ാമത്തെ ഓപ്ഷൻ വെച്ച് ബാക്കിയുള്ള ഓപ്ഷനുകളെല്ലാം നോയാണ് കൊടുക്കേണ്ടത് എന്ന് ഓർക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം അടിഭാഗത്ത് കാണുന്ന ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. അതിൽ നമ്മൾ ഓക്കെ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ട് SMS ആയിട്ട് മെസ്സേജ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളുടെ അഡ്രസ്സ്, ആപ്ലിക്കൻറ്റിൻ്റെ അഡ്രസ്സ്, അതേപോലെ തന്നെ RTO ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ്, ഇപ്പോഴും ഫൈനൽ സബ്മിറ്റിലോട്ട് കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ ഓട്ടോമാറ്റിക്കലി എൻ്റർ ആയിട്ടുണ്ട്. ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് കടക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സുകളും ഡീറ്റെയിൽസുകളാണ്. അപ്പോൾ നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻ്റ് ആയിട്ട് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 500 KB താഴെയുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോമാണ്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ആപ്ലിക്കേഷൻ നമ്പർ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻഫോ, അതേപോലെ തന്നെ നെയിം, ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സ് കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യാനും ഡോക്യുമെൻ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ ഡോക്യുമെൻറ്റ് ആകെ ഒന്നേ ഉള്ളൂ, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളൂ. അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം രണ്ടാമത്തെ പ്രൂഫായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോൺടാക്റ്റ് നമ്പറും അതേപോലെ തന്നെ ഇഷ്യൂഡ് ഡേറ്റും നമ്മൾ കൊടുക്കാത്തോ, ഡോക്യുമെൻറ്റ് നമ്പറും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇഷ്യൂഡ് ബൈ എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റുള്ള ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കണം, കോൺടാക്റ്റ് നമ്പറും അതേപോലെ തന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം 500 KB താഴെയുള്ള PDF ഫയലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ PDF ഫയൽ നമ്മൾ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ ഡൗൺലോഡ്സിലാണ് കിടക്കുന്നത്. അത് ഞാനിവിടെ 500 KB താഴെയുള്ള ഫയലായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരുന്നതാണ്, അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ ഓക്കെ അല്ലേ എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് സിഗ്നേച്ചറും അതേപോലെ തന്നെ ഫോട്ടോയും ആണ്. എല്ലാവർക്കും സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നവർക്ക് 1.4 ഇഞ്ച് വിഡ്ത്തും 1.75 ഹൈറ്റും വരുന്ന സൈസിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും സെറ്റ് ആകേണ്ടത്. 20 KB താഴെ ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ അപ്ലോഡ് ഫോട്ടോയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ബ്രൗസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സിഗ്നേച്ചറും അതുപോലെ തന്നെയാണ്. അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തിരിക്കുന്ന ആ ഫയൽ സെലക്ട് ചെയ്ത് 20 KB താഴെയുള്ള ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ്സിൽ നിന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വ്യൂ ഫയൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയലുകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ എന്ന് പറയുന്ന ഇൻ്റർഫേസ് വരുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നേരത്തെ വന്നിരിക്കുന്ന ഇൻ്റർഫേസോട് കൂടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കലി എൻ്റർ ആയിട്ടുള്ള ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു ഇൻ്റർവ്യൂവിലോട്ടാണ് വന്നിരിക്കുന്നത്. ക്യാപ്ച കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്ര നേരം അപ്ലോഡ് ചെയ്തിട്ടുള്ളതും എൻ്റർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫീസാണ്, പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ള ഫീസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. കാർഡിൻ്റെ 200 രൂപയും പോസ്റ്റൽ ഫീ ആയിട്ട് 45 രൂപയും അങ്ങനെ 245 രൂപയാണ് ആകെ വരുന്നത്. ബാങ്ക് ട്രഷറി ഗേറ്റ്വേ എന്നുള്ളതിൽ നിന്ന് കേരള ന്യൂ ട്രഷറി എന്നുള്ളത് സെലക്ട് ചെയ്ത് ക്യാപ്ച കോഡ് കൂടി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിഭാഗത്തായിട്ട് ജിമെയിൽ അഡ്രസ്സും അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അടുത്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത്. നെറ്റ് ബാങ്കിങ് ഒക്കെ അവൈലബിൾ ആണ്. ക്രെഡിറ്റ് കാർഡൊക്കെ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് ഗേറ്റ് വേയിലാണ് നമുക്ക് നമ്മളുടെ ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഫോൺ പേ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗേറ്റ് വേ ഉപയോഗിക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള UPI ID അതേപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഈ ചലാൻ ഫോം അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫൈനൽ സബ്മിഷൻ ഇതോടുകൂടി പേയ്മെൻറ്റോട് കൂടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഫോം റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ സബ്മിഷൻ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്ന ട്രാക്കിംഗ് ID ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതാണ്. 7 ദിവസമാണ് ഇവർ പറയുന്നത്. 7 ദിവസത്തിനുള്ളിലായിട്ട് പോസ്റ്റ് വഴി വരുമെന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് PVC മോഡിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.